ആ നീ വന്നോ? ഞാൻ വിചാരിച്ചു മിനിമം നിന്റെ ഒരു കൈയെങ്കിലും അച്ഛ ഓടിച്ചു കാണുന്നു. ഇതുവരെ ഇല്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചുമ്മാ അവളുമാരെവിടെ? അവിടെ ഇരുന്ന് ഒടുക്കത്തെ ചർച്ചയാണ്. ഇന്നിനി എന്തൊക്കെയാണോ പഠിപ്പിച്ചു വിടുന്നേ. എടി ജലസുണ്ട്. ഞാൻ കവനേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ചോറ് കഴിക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോയി. അയ്യോ അത് കഷ്ടായി പോയി. പക്ഷെ ട്രൂ ലവ് ഒന്നല്ല. അതെന്താ? നീ പറഞ്ഞില്ലേ ഇഷ്ടമുള്ളവരെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ തോന്നും, സംസാരിക്കാൻ തോന്നുന്നൊക്കെ. ഹാ, പുള്ളിക്ക് ആ ചിന്തയൊന്നുമില്ല. അതെന്താ? ഇന്ന് ഞാൻ വരുമ്പോ 3-4 വട്ടം കാറിക്കൂവി ഞാൻ കോളേജിൽ പോവാന്ന്. പക്ഷെ പോണ്ടാന്ന് പറഞ്ഞില്ലടി. അങ്ങനെയൊക്കെ എന്നെ കണ്ടോണ്ടിരിക്കണമെന്നൊന്നുമില്ലടി. ദ ബെസ്റ്റ് ഫ്രണ്ടിനെ തല്ലിക്കൊന്നു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ വീട്ടിൽ പിടിച്ചിരുത്തുന്നതാണോ കഴുത ട്രൂ ലവ്? അപ്പൊ എന്നെ കാണണ്ടേ? ഓ എന്റെ ദൈവമേ, ഞാൻ എന്ത് പാപം ചെയ്തു? സാറമ്മേ, എനിക്ക് അയാളുടെ ട്രൂ ലവ് ആണോന്ന് അറിയണം. ഒരു വഴിയുണ്ട്. പറ്റിയ സമയം. അയ്യോ അമ്മേ, അയ്യോ. എന്താ എന്താ? അയ്യോ എനിക്ക് വയ്യേ. എന്തു പറ്റി? അതറിയാൻ ഞാനെന്താ ഡോക്ടറോ? എന്നാ ഡോക്ടറിന്റെ അടുത്ത് പോവാ. ആ അത് വേണ്ട, ജതിനേട്ടനെ വിളിക്കി. പിന്നെ അവനാണോ ഡോക്ടർ? ജതിനേട്ടനെ വിളിയടി. ഓ വിളിക്കാം. അയ്യോ എനിക്ക് വയ്യേ. ഹലോ, ആ വിളിക്കുന്നുണ്ട്. റൂമിൽ പോയി കിടക്കാം. എന്താ വിളിച്ചേ? ഞാൻ പണിയിലായിരുന്നു. അത് ശരി, ഇവിടെ ഉണ്ട്. അവക്ക് വയ്യാന്ന്. ഹലോ, ഞാൻ വയ്യാന്ന് പറഞ്ഞ് കിടക്ക. ഇല്ല, പുറത്തു പോയിരിക്ക. അവള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ കാണുന്നില്ലല്ലോ. നിങ്ങളോ? എന്താ പറ്റിയേ? ഇടയ്ക്ക് വരാറുള്ള പനിയാണോ? ഛർദി ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോണ്ടേ? നിങ്ങളെല്ലാവരും വന്നോ? അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾ കുറെ ആയില്ല ഇങ്ങോട്ട് വിളിക്കുന്നു, അപ്പൊ ഇന്ന് വരാന്ന്. ഓ, അപ്പൊ സ്റ്റേ ആണോ? യെസ്, ഞാനും ഉണ്ട്. നാളെ ലീവല്ലേ, സൺഡേ ഫണ്ടേ. അത് നന്നായി. അല്ല, ജതിൻ എവിടെ? അവൻ പുറത്തു പോയതാ, ഇപ്പൊ വരുമായിരിക്കും. അപ്പൊ നീ ജതിനേട്ടനെ വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ല. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കൊഴപ്പല്ല. ഇതാ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. ഹായ്. അവൻ വന്നു. അയ്യോ എനിക്ക് വയ്യേ. എന്താ എന്താ? അവളെ കൊണ്ടുപോയി കിടത്തടാ. വാ, ഇതൊക്കെന്താ പെട്ടെന്ന് പറ്റിയേ? അവക്കിടയ്ക്കൊരു പനി വരാറുള്ളയാ. ജാനു, നീ വന്നോ? നിങ്ങളെപ്പോ വന്നു? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. ഇനി നാളെ പോകുന്നുള്ളൂ. ആണോ? നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നോ? അതിന് ഇവരിപ്പോ വന്നേ ഉള്ളൂ. അപ്പു വന്നില്ലേ? അവൻ അച്ഛനെ കിടത്താൻ പോയി. അവക്കെന്ത് പറ്റി? ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, ഇടയ്ക്കൊരു പനി വരാറില്ല. ആണോ? ഞാൻ ഒന്ന് നോക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പുണ്ടല്ലോ. ഞാൻ എന്തേലും മേടിച്ചിട്ട് വരാം. ചിക്കനോ ബീഫോ? രണ്ടും മേടിച്ചോ? അയ്യോ, ഏതേലും ഒന്ന് മതി. നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ? കിച്ചൺ ഫ്രീ ആണോ? ഞാനും വരാം. എടാ, വേറെ കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ട്. നീ വാട്സപ്പ് ചെയ്തേക്ക്. ജാനു, ഈ ബാഗ് എവിടെയെങ്കിലും ഒന്ന് വെക്കണമായിരുന്നു. മോളത്തെ മുറി എടുത്തോ, അവിടെ ആരുമില്ല. കൊണ്ടാ, ഞാൻ വെച്ചിട്ട് വരാം. പനിക്കുന്നൊന്നുമില്ലല്ലോ? ഉള്ളിലുണ്ട്. ഡോക്ടറെ കാണാൻ പോവാം. വേണ്ട. എനിക്കറിയായിരുന്നു ഇത് പറയുന്നു, അതുകൊണ്ട് ഞാൻ ഗുളിക മേടിച്ചിട്ടാ വന്നേ. ഗുളികയൊന്നും ഇപ്പൊ വേണ്ട. എന്നാ നീ ഒന്ന് ഉറങ്ങും, നമുക്ക് എന്നിട്ട് നോക്കാം. ഓക്കെ. ഏട്ടൻ പോട്ടെ? നിങ്ങളപ്പോ ഇന്നിവിടെ നിക്കോ? നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത? സന്തോഷുണ്ട്, വയ്യാത്തോണ്ട് മുഖത്ത് വരാത്തയാ. ഓ, എന്നാ ശരി, റെസ്റ്റ് എടുത്തോ. അതെ, ജതിനേട്ടനല്ലേ നേരത്തെ വന്നേ? ഒന്ന് നോക്ക്. ഇപ്പൊ വരാം. ഇവർക്ക് നാളെ വന്നാ പോരായിരുന്നോ? എടി, അവൻ വന്നിട്ട് കിച്ചൂരെ കൂട്ടി ടൗണിൽ പോയി. എന്തിന്? ചിക്കനൊക്കെ മേടിക്കാൻ. കിണ്ടി. എന്ത്? അല്ല, മന്തി മതിയെന്ന്. നൈസിന് അനുചേച്ചിയോട് പറഞ്ഞു നോക്കട്ടെ. ചെല്ല് ചെല്ല്. നീ തന്നെയാണോ വെക്ക? അല്ല, അവന് ഹെൽപ്പ് ചെയ്യും. എന്താണ് രണ്ടാളും പരിപാടി? ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അനുചേച്ചിനെ മനുവേട്ടൻ മുകളിലോട്ട് വിളിക്കുന്നുണ്ട്. ഡ്രസ്സ് മാറാനാ തോന്നുന്നു.
ആ ഞാനിത് മാറിയിട്ട് വരാം. എന്താ? അത് കള്ളല്ലേ പറഞ്ഞേ? കുറച്ച് കഴിയുമ്പോ അവര് തിരിച്ചു വരും. പിന്നെ മര്യാദക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് അകിച്ചു. എന്നിട്ട് എന്താന്ന് പരിപാടി? ബിരിയാണി വേണോ നെയ്ച്ചോറും കറിയും വേണോ? ഞണ്ടെന്ന കാര്യല്ല, നമ്മുടെ കാര്യം ചോദിച്ചേ. നമുക്കെന്ത് പരിപാടി? ഈ അവസരം ഇനി എന്ന് കിട്ടും അറിയില്ല. കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാലോ. പിന്നെ ആരുടെയും ശല്യമില്ലാതെ സംസാരിക്കാം. ശരി, പുറത്തു പോവാനാണോ അതോ? അത് സാഹചര്യം പോലെ നോക്കാം. ശരി. ഫ്രീ ആണോ അപ്പൊ? ഞാനിവിടെ വേറെന്ത് ചെയ്യാനോ? എന്നാ ഈ ഉള്ളി ഒന്ന് പൊളിക്കേ. ജാനു, ഏട്ടൻ വന്നടി. ഹായ്, സുഖല്ലേ? പിന്നെ അമ്പോ, വാട്ടെ കാഴ്ച. നിങ്ങൾ സെറ്റായ? പിന്നെ എന്റെ ജാനുവിന് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാനല്ലേ നടത്തി കൊടുക്കേണ്ടത്. നിന്റെ ഏട്ടന് ഭ്രാന്തായ? ഇന്നലെ തൊട്ട് ഇങ്ങനെയാ. ഇന്ന് ഇടിയും വെട്ടി മഴ പെയ്യും. കാല ബാക്കിയുള്ളവരെ കൂടെ കൊലക്കി കൊടുക്കോ? ആ കരുനാക്കും വെച്ച് അവിടെ എവിടെയും മിണ്ടാണ്ടിരുന്നോണം. എന്നാലും എന്റെ നാക്കിന് ഇത്രയും പവർ ഉണ്ടായിരുന്നോ? എന്നാ അപ്പും പൊക്കോ. ഇല്ല, ഞാൻ ഉള്ളി അരിയാം. എന്നാ അരിഞ്ഞോ? ഞാൻ ആർച്ചേനെ പോയി നോക്കട്ടെ. വേണ്ട, അവള് ഉറങ്ങ. ആണോ? എന്നാ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. എന്നിട്ട് ഞാൻ സഹായിക്കാം. കേട്ടോ ജാനുമോളെ? കേട്ട്. ഇതെന്തടി സംഭവം? എനിക്കറിയാൻ പാടില്ല. മിക്കവാറും ഇവരുടെ ഇടയിൽ കിടന്ന് എന്റെ ഉള്ള കിളിയും കൂടെ പോവും. നിങ്ങൾ തുടങ്ങിയോ? മാറി ഇനി ഞാൻ ചെയ്യാം. എല്ലാവർക്കും കൂടെ ചെയ്യാനേ. എന്താ ജാനു വെക്കുന്നേ? ചപ്പാത്തിയോ ചോറോ? നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ആക്കിയാലോ? ആക്കാലോ. അരി എവിടെ? ഞാൻ എടുത്തരാം. എനിക്കിവിടെ കിടന്നിട്ട് പ്രാന്താവാ. അവരൊക്കെ അവിടെ നല്ല ജോളിയാ തോന്നും. അച്ഛേ, കിച്ചേട്ടാണോ? നീ ഉറങ്ങാന്നാണല്ലോ അപ്പു പറഞ്ഞേ. അവരൊക്കെ എന്താക്കാം? എല്ലാരും അവിടെ നെയ്ച്ചോറും കറി ഉണ്ടാക്കാം. ഇന്ന് നെയ്ച്ചോറാണോ? നിന്റെ പനി പറഞ്ഞോ? ജതിനേട്ടനും കിച്ചണിലാണോ? എന്താ ഉള്ളി എരിയുന്ന സ്പീഡ്! അങ്ങേരോടെ ഉള്ളി എരിഞ്ഞോണ്ടിരിക്കണോ ഞാനിവിടെ വയ്യാണ്ട് കിടക്കുമ്പോ? നിനക്ക് തീരെ വയ്യേ? അത് ഇതുവരെ മനസ്സിലായില്ലേ? ഞാനെന്നാ നിക്ക്, ജതിനേട്ടനെ അറിഞ്ഞില്ലേ എനിക്ക് വയ്യാന്ന്? ചോദിക്കണോ? വേണ്ട. നെയ്ച്ചോറിന് എന്താ കറി? ബീഫ്, പിന്നെ ചിക്കൻ ഫ്രൈയും. ഞാനെന്നാ ജതിനോട് പറഞ്ഞിട്ട് തരാം. വേണ്ട, കുഴപ്പമില്ല. അല്ല, പറഞ്ഞാലല്ലേ അറിയൂ. എങ്ങനെയാ പറയാൻ പോന്നേന്നൊന്ന് പറഞ്ഞേ. അച്ഛന് പനിയാണ്. തീരെ വയ്യ. കിടക്കാണ്. കിടക്കാണ്. അതുകൊണ്ട് നെയ്ച്ചോറും ബീഫും വേണ്ട, കഞ്ഞി മതിന്ന്. കൂടെ ചുട്ട പപ്പടവും. പൊട്ട അങ്ങനെ കഞ്ഞി ചുട്ട പപ്പടവും. ഇവക്ക് പനി കൂടി പ്രാന്തായോ? അതെന്തിനാണ് അച്ഛ ഒച്ചയിട്ടെ? നെയ്ച്ചോറും ബീഫിനും പകരം കഞ്ഞി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിന് കൊതി ഉണ്ടാവും. നല്ല പനിയാണോ അപ്പു? അല്ലേ കഴിക്കാൻ കൊടുക്കായിരുന്നു. പനിയൊന്നുമില്ല. തീരെ വയ്യാണ്ടിരിക്കണോ? ഞാൻ ഒന്ന് പോയി നോക്കാം. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട. ശരിയാ, നെയ്ച്ചോറ് തിന്നാൻ പറ്റില്ലെന്ന് കരുതി പ്രാന്തായിരിക്കും. അല്ല, മനുവേട്ടനെ താഴോട്ട് കണ്ടില്ലല്ലോ. പുള്ളി വീട്ടിലുള്ളപ്പോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബാത്റൂമിലാ. ഇവിടെയും കേറി ഇരിപ്പുണ്ട്. പക്ഷെ മനുവേട്ടൻ പറയുന്നത് അവിടെ മാത്രം അനുചേച്ചിയുടെ അലപ്പില്ലാത്തേന്നോ? ഞാൻ അച്ഛനെ നോക്കിട്ട് വരാം. പോയി കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ട് വാ. കിച്ചു, മേലെ കയറിയാ വലിയ ചെരുവെടുത്തേ. അവളുടെ ഒടുക്കത്തെ ഒരു ഐഡിയ. പനി പോയി പറഞ്ഞ് ചെന്നാലോ? അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യണ്ടേ? എങ്ങനെയുണ്ടടി ഇപ്പൊ? നമുക്ക് എങ്കിലും ആരും നോക്കാനില്ലല്ലോ. അതിനല്ലേ ഞാനിപ്പോ വന്നേ. വരണ്ടവര് വരുന്നില്ലല്ലോ. അപ്പേട്ടനെ വിളിക്കണോ? നീ ആരെയും വിളിക്കണോന്ന് ഇവിടുന്ന് പോവോ? കിച്ചോട്ടം പറഞ്ഞത് കേട്ട് അവിടെ എവിടെയും ഇരുന്നാ മതിയായിരുന്നു. അവളെന്താ കിടക്കുവാണോ? പക്ഷെ അവൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അവക്കെന്താ പറ്റിയേ? ആർക്കറിയാം. ഈയിടെ അവളുടെ തലയിൽ എന്താ ഓടുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചുമ്മാ കിടക്കാണെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറയണ വെച്ചു. വരുന്നു. അയ്യോ അമ്മേ, നീ ഉറങ്ങിയില്ലേ? ഉറക്കൊന്നും വരുന്നില്ല ഏട്ടാ. വയ്യെങ്കിൽ പിന്നെ എന്തിനാ എണീറ്റ് വന്നേ? എനിക്ക് കുറച്ച് ഉപ്പിട്ട നാരങ്ങ വെള്ളം വേണം. ഇപ്പൊ തരാം. നിനക്ക് പൈനാപ്പിൾ ആണോ? പുളിയില്ല. ജാനു ഇന്ന് മോളെ. എനിക്ക് വേണ്ട. വേണം.
നിനക്കാണെങ്കിൽ നീ കഴിച്ചോ? എനിക്കല്ല നിനക്ക്. എനിക്ക് വേണ്ടാന്ന്. തിന്നു ജാനു, നീ മെലിഞ്ഞു പോയി. പിന്നെ പൈനാപ്പിൾ തിന്നാലല്ലേ തടി വെക്കുന്നേ. നീ ചായ അടിച്ചാ മതി കേട്ടോ, എന്നെ അടിക്കണ്ട. പൊട്ടൻ, ഞാനിവിടെ കിടന്ന് ചത്ത അഭിനയിച്ചിട്ട് അവിടെ അവളെ പൈനാപ്പിൾ തീറ്റിച്ചോണ്ട് നിക്ക. എന്തായി? ഓ, നിങ്ങൾ പരോളിൽ ഇറങ്ങിയോ? ഏയ്, ബാത്റൂമിലായിരുന്നു പരോള്. ഇനി വീണ്ടും ചെയ്യുവോ വരില്ല. നിനക്ക് എങ്ങനെ ഉണ്ടടി? വയ്യ മനുവേട്ടാ. നോക്കട്ടെ. ഓ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ജാനു, നീ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാം. എന്തിന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട, മോള് പൊക്കോ, ഏട്ടൻ ചെയ്തോളാം. ജതിന് എന്തൊരു സ്നേഹ ജാനുവിനോട്. അതെ അതെ, എന്നെ കെയർ ചെയ്യുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുമ്പോ അങ്ങേര് ജാനുവിനെ കെയർ ചെയ്ത് എന്റെ ക്ഷമ ടെസ്റ്റ് ചെയ്യുന്നു. കാണിച്ചു തരാടാ. ഏട്ടാ. ആ മോളെ. എനിക്കെന്തോ ക്ഷീണം പോലെ. നിക്ക്, അനുചേച്ചി നാരങ്ങോളായില്ലേ? അയ്യോ, ഞാനപ്പോ വേറെ പണിക്ക് ഇപ്പൊ തരാം. എന്തു അനുചേച്ചി, കൊച്ചിന് വയ്യാണ്ടല്ലേ? കൊച്ചാ ഇവളോ? ഇന്നെന്നാ നിങ്ങൾ വന്ന നന്നായി, ഇല്ലെങ്കിൽ ഞാനിന്ന് ഒറ്റയ്ക്ക്. മോളെ ഓറാക്കല്ലേ. ക്ഷീണം മാറിയോ? ആ ഏട്ടാ. ജാനു, നിനക്ക് വല്ല ക്ഷീണമുണ്ടോ? എനിക്കൊരു കുരുവില്ല, നീ ഒന്ന് പോയി തരുവോ? അച്ഛ പോയി കിടന്നോടി. ജാനു, നീയും പോയി കിടന്നോ. ഒരു മിനിറ്റ്, ഞങ്ങളിപ്പോ വരാം. വാ. എന്തിന്? വാ ഇവിടെ. ജതിന് നല്ല മാറ്റമുണ്ടല്ലേ. ഞാൻ വിചാരിച്ച അവൻ എപ്പോഴും അങ്ങനെ ദേഷ്യം പിടിച്ചോണ്ടാന്ന്. നല്ല മാറ്റമുണ്ട്. എന്താ? ഇതേ വെറുതെ അവരെ കൊണ്ട് നിനക്ക് പ്രാന്താന്ന് പറയിപ്പിക്കരുത്. പ്രാന്താ? അല്ലാണ്ട് പിന്നെ എനിക്കൊരു തോന്നുന്നുണ്ട് നിനക്ക് പ്രാന്താന്ന്. അതെന്റെ സ്നേഹം. ഇപ്പൊ പെട്ടെന്ന് നടന്ന് പൊട്ടി മുളച്ചു ഈ സ്നേഹം. എനിക്ക് ഓൾറെഡി സ്നേഹം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഒരു എക്സ്ട്രാ സ്നേഹം? ഒരു ഭർത്താവിന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോന്ന്? നീ ഒന്ന് എന്നെ ഏട്ടാന്ന് വിളിക്കോ? എനിക്ക് ഒരു പണിയില്ലേ? അയ്യോ, നീ ടൈൽസി കൂടെ ചെരുപ്പിടാണ്ടാണോ നടക്കുന്നേ? തണുപ്പടിക്കില്ലേ? എന്റെ ഏട്ടനാണേൽ എന്നെ എടുത്തോണ്ടാ നടക്ക. പാവം നീ. ചോറായോ ആവോ? വാ, ഞാൻ നിന്നെ എടുക്കാം. അശ്ശേ, എന്തിനാ? നിനക്കെന്താ വട്ടാ? എനിക്ക് എന്റെ സ്നേഹം തെളിയിക്കണം. എനിക്കറിയാലോ നിനക്ക് സ്നേഹം ഉണ്ടെന്ന്. അതുപോലെ എനിക്ക് കാണിക്കണം. ഇങ്ങനെ പോയാൽ ഞാൻ നിന്നെ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കും. എന്തായി ചേച്ചി, ചോറ് വെച്ചിട്ടുണ്ട്. അല്ല, നാളെ എന്താ പരിപാടി? നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു. ഓ എന്റെ കിച്ചേട്ടാ, അത് ഓർഡർ ചെയ്യാ. ഫുഡിന്റെ കാര്യമല്ല, പുറത്തു പോണോ അതോ സിനിമയ്ക്കോ? അതിനിപ്പോ ഏതാ നല്ല സിനിമ? എന്നാ പുറത്ത് കറങ്ങാൻ പോവാ. ഫുഡും പുറത്തുനിന്ന്. അത് നോക്കാം. എന്നാ സാറേനെയും റോഷനെയും കൂടെ വിളിക്കാം. അവരെ വീട്ടിൽ നിന്ന് വിടുവോ? പറഞ്ഞു നോക്കാം. ശരി, പോയി വിളിക്കേ. ഓക്കെ. അതെ, ഞാനെന്നാ സോയനെ കൂടെ വിളിച്ചോട്ടെ. എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കാണണം. എന്തിന്? നിന്നെ അവളെ എന്ത് കണ്ടിട്ടാ പ്രേമിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഗൈസ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എന്റെ ഏട്ടന് അച്ഛനെ ഇഷ്ടാ. ആണോ? പക്ഷെ അവക്കൊന്നുമില്ല. സ്വാഭാവികം, അവൾക്ക് പ്രേമൊന്നും സെറ്റാവില്ല. അത് അവൾക്ക് പ്രേമത്തിന്റെ ഫീൽ അറിയാത്തോണ്ടാ. നമ്മളത് അറിയിച്ചു കൊടുക്കണം. എങ്ങനെ? നാളെ പുറത്തു പോകുമ്പോ നമ്മളെല്ലാം അവളുടെ മുമ്പിൽ കപ്പിൾസ് ആയി നിൽക്കണം. ഹലോ, ഇത് അവളെ പ്രേമം പഠിപ്പിക്കാനോ അത് നിങ്ങൾക്ക് രണ്ടിനും? അയ്യേ അല്ല. ഐഡിയ കൊള്ളാം. അവര് വരാ പറഞ്ഞ്. ആര്? നാളെ നമുക്ക് എല്ലാവർക്കും പുറത്തു പോവാന്ന് പറയായിരുന്നു. അപ്പൊ സാറനെയും റോഷനെയും കൂടെ വിളിച്ചതാ. ഓ നൈസ്. നാളെ അടിപൊളിയായിരിക്കും. അല്ല, നിന്റെ വയ്യായിക മാറിയോ? ഇല്ല. അയ്യോ, തലകറക്കുന്നേ. മോളുവാ, ഏട്ടൻ നോക്കാം. ഓ, ഇവനെ അങ്ങ് ബാ. അവക്ക് ശരിക്കും എന്താ സുഖം? നീ ആ ചിക്കൻ ഒന്ന് മാറിനേറ്റി. സത്യത്തിൽ നിനക്കെന്താ സുഖം? എനിക്ക് പ്രാന്ത്. അതല്ലാതെ നിനക്ക് വയ്യാണ്ടായ എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാലോ, പിന്നെ എന്തിനാ പൊട്ടാ നീ വരുന്നേ? എനിക്ക് നിന്റെ കെയറിങ് അല്ല വേണ്ടത്. പിന്നെ ആരുടെ? ഒന്ന് പോയി തരോ? എന്റെ പ്ലാൻ എല്ലാം കളാക്കി. പ്ലാനാ? സത്യം പറയടി, ആര് പറഞ്ഞാ നീ ഇത് ചെയ്യുന്നേ? മാവോയിസ്റ്റുകള്. മാവോയിസ്റ്റാ? അവര് നിനക്ക് എന്ത് ഓഫർ ചെയ്തു? ഉണ്ടംപൊരി. എത്ര എണ്ണം? ഒന്ന് പോടാ. എന്താ ഇവിടെ ഒരു കുശു കുശു?
ഞാനല്ല, ഇവനായിരിക്കും വിട്ടത്. ഞാനൊന്നല്ല. ഓ, ഇവിടെ എന്താ ഒരു സീക്രട്ട്. ഓ, ഒന്നുമില്ല. ഇവക്കെന്താ പറ്റി? സംതിങ്. മത്തി. അവളുടെ വെപ്രാളം കണ്ടിട്ട് ഒരു തിമിംഗലത്തിന്റെ അത്രയും വരും. ഓഹോ, കണ്ട, ഇങ്ങനെ വേണം മസാല ചേർക്കാൻ. നീ ഒരു കില്ലാടി തന്നെ. ഉണ്ടയാണ്. ജൈമോളെ ഇത് നോക്ക്. ആ, ഫ്രിഡ്ജിൽ വെച്ചോ. നീ എന്താ മോതയും കറുപ്പിച്ച് നിൽക്കുന്നത്? ഓ, ഒന്നുമില്ല. ജാനു, ഞാൻ തെങ്ങിൽ കയറി 2 കരിക്കിടട്ടെ. എന്തിന്? റിഫ്രഷ് ആവാലോ. ഡേയ്, ഒന്ന് ചുമ്മാ ഇരിയടേ. നിനക്ക് വല്ലതും വേണോ അച്ചു? എനിക്കൊരു തേങ്ങ വേണ്ട, അവക്ക് വെട്ടി കൊടുത്തേക്ക്. ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. സാലഡ് ഒഴിക്ക്. ചിക്കൻ കൊണ്ടാ? എനിക്ക് ബീഫ് കുറച്ച് മതി. എന്നാ ചിക്കൻ 2 പീസ് കൂടെ എടുത്തോ. ജാനു, 4 പീസ് ചിക്കൻ എടുത്തോ. ഇനി തിന്നാനല്ലാണ്ട് വാ തുറന്ന വായി ഞാൻ കോഴിക്കാലി കയറ്റും. അനുചേച്ചി, എനിക്ക് ചള്ളാസ് കിട്ടിയില്ല. എന്റെ അടുത്താ. വെള്ളം കൊടുക്ക്. അയ്യോ, ഭക്ഷണം കഴിക്കുമ്പോ സംസാരിച്ചിട്ടല്ലേ. ഇന്നാ മോളെ കുടി. തളച്ച വെള്ളമുള്ള പട്ടി തരുന്നേ. എന്നാ പച്ചവെള്ളം. എന്നാ ജാനു. തെണ്ടി, അവളുടെ അടുത്തും ഇവളുടെ അടുത്തും സ്കോർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്താ അളിയാ, വെള്ളം വേണോ? വേണ്ട, ഞാൻ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. ഓ, വയറ് നിറഞ്ഞു. ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. അതിപ്പോ വയറ്റിലൊന്നും ഇല്ലേലും നിങ്ങൾ അവിടെ തന്നെയല്ലേ? നിങ്ങളാരും കിടക്കുന്നില്ലേ? ഞാൻ പോവാ, എനിക്ക് നട്ടു വേദനിച്ചിട്ട് വയ്യ. നമ്മളൊന്നിച്ചാ വാ. വാ. പുതപ്പൊക്കെ കബോർഡിലുണ്ട് കേട്ടോ. ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ രാവിലെ പോവാല്ലേ? അയ്യോ, ഞാൻ സോയനെ വിളിക്കട്ടെ. 2 മണി. ഓക്കെ. അവള് വയ്യാന്ന് പറഞ്ഞിട്ട് അവക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. ഇനി ശരിക്കും വയ്യേ? അവളും ഏട്ടനും ഒരു വീട്ടിൽ. അത് റിസ്ക് ആണ്. രണ്ടിനും എനിക്ക് വിശ്വാസമല്ല. പണ്ട് അമ്മ പറയായിരുന്നു, 100 നക്ഷത്രങ്ങൾ എണ്ണി ഒരാഗ്രഹം മനസ്സിൽ പറഞ്ഞ അത് നടക്കുന്നു. എന്നിട്ട് നടന്നോ? ഞാൻ വെച്ചും എപ്പോഴും അച്ഛന്റെ അമ്മേന്റെയും കൂടെ ഹാപ്പി ആയിരിക്കണം എന്നാ ഞാൻ പ്രാർത്ഥിച്ചേ. ഞങ്ങള് ഹാപ്പിയാണ്. അവരിപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ മേയാകെ തരിച്ചു പോയി, നിന്റെ കണ്ണിൽ ഞാൻ വീണു പോയി പ്രിയേ. നാളെ വാ നീ. ഓ, പിന്നെ അങ്ങേരോട് പോവാൻ പറ. ഹലോ, ഉറക്കൊന്നുമില്ലേ? അയ്യോ, ഞാൻ വിളിക്കാം. ബൈ. എന്താ? സോയ. എവിടെ നിങ്ങളുടെ ചങ്ക്? അവർ റൂമില്. അവിടെ ഇല്ല, അവളും ഇല്ല. പിന്നെ രണ്ടുകൂടെ പോയി. വാ നോക്കാം. മുനീറെ, കണ്ണു ചിമ്മ. നിങ്ങളെന്താ ഇവിടെ? വൃത്തികെട്ടവരെ, ഓടിക്കോ. നിക്കണേ അവിടെ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യും. ആനോ, അവിടെ എന്താ ഒരു ഒച്ചപ്പാട്? ഒച്ചപ്പാടോ? വാ നോക്കാം. അയ്യേ, കിച്ചോ. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ഫോണിൽ കൂടെ ഉണ്ടാക്കുമ്പോ അവൻ എന്താ അനുചേച്ചിയുടെ പുന്നാര അനിയൻ എന്താ ചെയ്തേന്നറിയോ? എന്താ? ഇവളും ഉമ്മ വെച്ച്, അതും ചുണ്ടും. അമ്മേ, അപ്പോ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കായിരുന്നു. നമ്മുടെ കുടുംബ മഹിമയ്ക്ക് വീണ്ടും കോട്ടം സംഭവിച്ചല്ലോ നാഥാ. മഹാഭാരതം തുടങ്ങി. എന്നാലും അപ്പു, നിന്റെ അടുത്ത് നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാനും യൂട്യൂബ് ബ്രൂട്ടസി. പിന്നെ ഇനി എനിക്ക് എന്റെ അച്ഛമോളിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. പഠിക്കുന്ന പെൺപിള്ളേരെ വഴിതെറ്റിക്കാൻ നടക്ക ആലാവലാതി. ഞങ്ങള് ചുമ്മാ നിലാവ് കാണാൻ. മോനെ, നിലാവ് അധികം കാണുന്നത് അത്ര നല്ലതല്ല. ജാനു, ഇതൊക്കെ നീ എന്റെ അച്ഛമോളെ കണ്ടുപിടിക്കണം. അവളുടെ കല്യാണം വരെ കഴിഞ്ഞു, എന്നിട്ടും അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ മഹിമ.
വാ അച്ചുമോളെ, എന്റെ അഭിമാനമേ. വാ, ഇനി നിലാവ് കൊള്ളണ്ട, അകത്ത് പോവാ. പോണ കുട്ടി. അച്ചുമോളെ, നീ വഴിതെറ്റി പോകരുത് കേട്ടോ. നെവർ എന്നാ പറയിക്കും. ഇവനെന്താ ഇവിടെ? നിങ്ങളൊക്കെ എവിടെ പോയതാ? അച്ചു, എനിക്കറിയില്ല. നീ മഹിമ ചോരും മുമ്പ് പോയി കിടന്ന് ഉറങ്ങ്. യൂട്യൂബ് ബ്രൂട്ടസി. അതിനിപ്പോ എന്താ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞതാ. പാപ്പമാ, ഗുഡ് നൈറ്റ്. എന്റെ അച്ചു വല്ലാണ്ടങ്ങ് വളർന്നുപോയി. മനുവേട്ടാ, ഐ ഗോട്ട് ദിസ്. അനുമോളെ, ബാ നമുക്ക് ചാച്ചാ. അപ്പൊ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി കൂടിയത്, വാ. ഞാൻ നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കാൻ വന്നതാ. എന്ത്? അല്ല, നിനക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ? അത് നോക്കാൻ വന്നതാണോ? ആ അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വൈകിട്ട് തൊട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പഴാണോ ചോദിക്കുന്നേ? ഞാൻ ചോദിക്കാനിരുന്നതാ, പക്ഷെ അവര് പറഞ്ഞു നീ നല്ല മൂട്ടിലല്ല, ചെന്ന് കേറി കൊടുക്കണ്ടാന്ന്. ഓ, എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയേ? എന്താ അസുഖം എന്ന് അറിയാൻ തോന്നി. താനെന്താ ഡോക്ടറോ? വേറെന്താ തോന്നിയേ? വേറെന്ത് തോന്നുന്നത്? ഓ, തനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല? ആ, സങ്കടം തോന്നി. എന്നെ കെയർ ചെയ്യാൻ തോന്നിയില്ല? തോന്നി. പക്ഷെ അപ്പുണ്ട്, കൊഴപ്പല്ല പറഞ്ഞു. അതാ ഞാൻ വരാത്തെ. ജാനുവാണേ സത്യം? ജാനുവാണേ സത്യം. സക്സസ്. പൊക്കോ. എന്ത് സക്സസ്? ഒന്നുമില്ല, പൊക്കോ. ഗുഡ് നൈറ്റ്. ഈശ്വര, ഇനി പ്രാന്തന്റെ ലക്ഷണമാണോ വൈകുന്നേരം തൊട്ട് കാണിച്ചേ? അയ്യോ, ഇവിടെ വാടി, ഞാൻ നിന്നെ കാത്തിരിക്കുവായിരുന്നു. എന്തിനാ? ജതിനേട്ടാ, അവക്കൊരു കയ്യബദ്ധം. ഇന്നലെ നീ എന്ത് കുരുട്ടുബുദ്ധി അവളുടെ ചെവിയിൽ ഓതി കൊടുത്തത്? അത് സുഖല്ലാണ്ട് ഇരിക്കുമ്പോ കെയർ ചെയ്ത ട്രൂ ലവ് ആയിരിക്കും പറഞ്ഞു. അത് ശരി. നീ ഡാർക്ക് റൊമാൻസ് ഒക്കെ വായിക്കോ? ഇവള് വായിക്കാറേ ഇല്ല. നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ജയിലിലും പോവേണ്ട വന്നേനെ. വാ. എടി സോയേച്ചി. നീ എന്താ ഇവിടെ? ചേച്ചി എന്താ ഇവിടെ? ഞാൻ കിച്ചു വിളിച്ചപ്പോ ബെസ്റ്റ്, ഞാൻ ചേച്ചിയുടെ കൂടെ പുറത്തു പോവാന്ന് പറഞ്ഞ ചാടിയേ. ഞാൻ നിനക്ക് സുഖല്ല പറഞ്ഞ ലീവ് എടുത്തേ. ബെസ്റ്റ് സിസ്റ്റേഴ്സ്. എല്ലാരും വന്ന സ്ഥിതിക്ക് പോവാ. 2 കാറിലായിട്ട് പോവാ. എന്നാ നമുക്ക് ഒന്നില് പോവാ. പിള്ളേര് ചെതിന്റെ കൂടെ പോട്ടെ. അപ്പൊ ഞാനോ? നീ തന്താ, ഞങ്ങളുടെ കൂടെ വാ. അപ്പേട്ടാ, ജാനിന്റെ കൂടെ ഇരിക്കാന്ന് വിചാരിക്കണ്ട. സാരല്ല, ഞങ്ങള് ഇതില് വരാം. ശരി, എന്നാ വാ, ഇറങ്ങ്. എല്ലാരോടും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? പിന്നല്ല, ഇന്ന് അച്ചു പ്രേമം എന്താന്ന് പഠിക്കും. ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോണേ. വാവ്, നൈസ്. നല്ല തണുത്ത കാറ്റുണ്ടാവാ. ഗൈസ്, മിഷൻ ഓൺ. പടയപ്പാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ മനുവേട്ടാ, വാ കിച്ചു, വാ റോഷ, വാ അപ്പേട്ട. ഹലോ, അപ്പേട്ടനെ കൊണ്ട് എങ്ങോട്ടാ? അച്ചു, അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്ക്. ഹനു ചേച്ചി, നമ്മുടെ കുടുംബ മഹിമ. ഇന്ന് സൺഡേ അല്ലേ? കുടുംബ മഹിമയ്ക്ക് ഹോളിഡേയോ? വാ അപ്പേട്ട. ജാനു, എന്താ? ഐസ്ക്രീം വേണോ മോളെ? നീ ഒന്നിങ്ങടെ വന്നേ. എന്താ? ഞങ്ങൾ എല്ലാവരും മാറിത്തരാം. പറ്റുവാണെങ്കിൽ നീ അവളെ വളച്ചോ. ഇന്ന് പ്രേമം എന്താണെന്ന് ഞങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കും. ഓ, അപ്പൊ ഇത് പ്ലാൻഡ് ആണോ? യെസ്. ഈ ജാനുവിന്റെ ഒരു കാര്യം. ഇന്നലെ ആ പൊട്ടന് കെയറിംഗ് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാൻ പെട്ട പാട്. എന്നിട്ട് ടെസ്റ്റ് ചെയ്തോ? ചെയ്ത്. പക്ഷെ ആ പൊട്ടന് മനസ്സിലായില്ല ആദ്യം. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. പിന്നെ അവസാനം മനസ്സിലായി കെയർ ഉണ്ടെന്ന്. അതെന്തിനാ ദേഷ്യം വന്നേ? അപ്പൊ നിനക്ക് പുള്ളി ടെസ്റ്റ് പാസ്സാവണമെന്നായിരുന്നു. എല്ലാരും വാ. കൈ പിടിക്കും മനുവേട്ടാ. സോയ, നോക്കി ചായ. ഇവർക്ക് സല്ലപിക്കാൻ എന്തിനാ എന്നെ കൂട്ടിയേ? എന്നാ നമുക്കും സല്ലപിച്ചാലോ? എന്തേ? അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാനാ? വാ, അവരെ പോയി ശല്യപ്പെടുത്താം.
അത് വേണോ? അവരെങ്കിലും എൻജോയ് ചെയ്തോട്ടെ. അവർക്ക് എൻജോയ് ചെയ്യണേ അവർ ഒറ്റയ്ക്ക് വരണായിരുന്നു. വാ, വരുന്നുണ്ട്. ഓ ഓ മൈ ഡിയർ അനു, പണ്ട് നമ്മൾ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടോ നീ? ആ, വീട്ടിൽ പറയാണ്ടല്ലേ, എന്ത് രസായിരുന്നു. പ്രേമം എന്ത് മനോഹരമാണല്ലേ. വാ, അങ്ങോട്ട് വാ. ഹും. കിച്ചു, താങ്ക് യു സോ മച്ച്. എന്തിന്? ഞാൻ ഈ പ്രേമം തന്നെ വെറുത്തുപോയ ടൈമിലാ നിന്നെ കണ്ടേ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഡിപ്രഷനിലായനെ. ഞാനത്ര പെർഫെക്റ്റ് ഒന്നല്ല, പക്ഷെ ഞാൻ കാരണം നീ ഒരിക്കലും കരയില്ല, പ്രോമിസ്. ഈ പ്രേമത്തിന്റെ ഒരു മാജിക്കേ, അനുചേച്ചിക്ക് അത് മധുരമായ ഓർമ്മകളാണ്. ആൻഡ് ദേ ആർ സ്റ്റിൽ ഇൻ ലവ്. സോയയ്ക്ക് അതൊരു മെഡിസിനാണ്. അവളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മാജിക്. ഇനി അങ്ങോട്ടേക്ക് നോക്കൂ. അവരെന്ത് ഹാപ്പിയാണല്ലേ. അപ്പൂനെയും ജാനുവിനെയും നോക്ക്. മേഡ് ഫോർ ഈച്ച് അതർ അല്ലേ. നിനക്ക് ഒന്ന് പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ? ഇവിടെയാണോ ഒന്ന് തൊഴിലുറപ്പ്? തൊഴിലുറപ്പോ? അതാ കൊറേ പേര് വടിയൊക്കെ ആയിട്ട് വരുന്നത്. ഓ മൈ ഗോഡ്, സദാചാരക്കാർ. അതിന് ഓഗസ്റ്റ് 15 ഓ, സ്വാതന്ത്ര്യ സമരക്കാരല്ല, സദാചാരക്കാർ. എന്ന് വെച്ചാ ഓടിക്കോ. അയ്യോ, ഞങ്ങള് പ്രകൃതി വിരോധികളല്ലേ, തലല്ലേ. ഞങ്ങള് പ്രേമം പഠിപ്പിക്കാൻ വന്നതാണ്, എന്നിൽ ഔഷധങ്ങളല്ലേ. ഞങ്ങള് മാരീഡാ. ഒന്ന് പറ മനുഷ്യ. ആ, 4 വർഷമായി. 4 5 ആണോ? നിങ്ങള് വീട്ടിലേക്ക് പോ. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതാ, സത്യം. ഓ, ചന്തിക സെരയിൽ വെക്കാൻ പറ്റുന്നില്ല. എന്നാ നീ എടുത്ത് തലയിൽ വെക്ക്. ഏത് തെണ്ടിയാ പാർക്ക് ചൂസ് ചെയ്തേ? മനുവേട്ടൻ തന്നെയാ. മനുവേട്ടൻ സൈഡാക്കിയത് കണ്ടിട്ടാ ജതിനേട്ടന് സൈഡാക്കിയേ. ബൈ ദ വേ, നിന്റെ ഭാവി വധുവിനെ ഒന്ന് വിളിച്ചേ. ഞാനിവിടെ ഉണ്ട്. ഹാ, ഇനി വല്ല മാസ്റ്റർ പ്ലാനും ഉണ്ടോ കയ്യിൽ? ഇല്ല, ഇതായിരുന്നു ആദ്യത്തേത്, അവസാനത്തേത്. ഇതിലും ഭേദം എന്റെ ഐഡിയകളായിരുന്നു. നീ മിണ്ടരുത്. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുക. ഉപ്പിട്ട ചൂടുവെള്ളം റെഡി. ഇതാ നിന്റെ ഏട്ടന്മാരുടെ മുഖത്തോട്ടൊഴുക്കി. അപ്പ എന്റെ ചന്തിയോ? നീ അതിലോട്ട് ഇറങ്ങിയിരിക്കി. ഉച്ചക്ക് തിന്നാന്ന് പറഞ്ഞ മന്തി ആരെങ്കിലും ഓർഡർ ചെയ്യണേ, അത് ഞാൻ ചെയ്യാം. എന്നാലും വല്ലാത്തൊരു ഔട്ടിംഗ് ആയിപ്പോയി. അച്ചു ഇത്ര അടി വാങ്ങി കൂട്ടിയോണ്ട് ചോദിക്കുക. ഞാനൊന്നല്ല കൊട്ടേഷൻ കൊടുത്തേ. അതല്ല, നിനക്ക് ഞങ്ങളുടെയൊക്കെ റൊമാൻസ് കണ്ടിട്ട് പ്രേമത്തെ കുറിച്ച് എന്ത് തോന്നി? പ്രേമിച്ചാൽ അടി കിട്ടും. ഹാ, ഫസ്റ്റ് ചൂടുവെള്ളം എടുത്തോ. എന്തായാലും നിന്റെ വാക്ക് ദൈവം കേട്ടു. നിന്റെ കുഞ്ഞിനെ മാത്രം ദൈവം കാത്തു. El Padre Ekbing. El Padre Ekbing. El Padre Ekbing. El Padre Ekbing.